കടന്നു പോയിടിലും അതു നമ്മെ കവിഞ്ഞിടാതെ കാത്തിടുമേ. ആഴിയിൽ നാം കടന്നു പോയിടിലും അതു നമ്മെ കവിഞ്ഞിടാതെ കാത്തിടുമേ. തീയിൽ നാം ആകിലും ജ്വാല നമ്മെ തെല്ലുമേ ഷാദിമ്മാനുവേൽ താൻ നടത്തിയിടുമേ. തീയിൽ നാം ആകിലും ജ്വാല നമ്മെ തെല്ലുമേ ഷാദിമ്മാനുവേൽ താൻ നടത്തിയിടുമേ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 16-ാം അധ്യായം 14-ാമത് വാക്യം, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവീൻ എന്നുള്ള വചനമാണ്. നമ്മുടെ ജീവിതയാത്രയിൽ നാം ചെയ്യുന്നതായ ഓരോ പ്രവൃത്തികളും അതിൻ്റെ പൂർണ്ണതയിലെത്തണമെങ്കിൽ ആ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഏറ്റവും താല്പര്യത്തോടുകൂടി ഇഷ്ടത്തോടുകൂടി ചെയ്യുന്നുവെങ്കിൽ മാത്രമേ അതിന് നല്ല റിസൾട്ട് ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ കായീനും ഹാബേലും യാഗമർപ്പിക്കുവാൻ വേണ്ടി കടന്നുപോയി. എന്നാൽ കായീൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല, ഹാബേലിൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ യാഗവസ്തുവിൻ്റെ വിഷയമായിരുന്നില്ല, യാഗത്തിൻ്റെ മനോഭാവത്തിലായിരുന്നു ദൈവത്തിൻ്റെ പ്രസാദമുണ്ടാകുകയും ദൈവപ്രസാദം ലഭിക്കാതെ വരികയും ചെയ്തതിൻ്റെ പിന്നിലെ കാരണം. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ അധ്യായം എന്നാണ് അറിയപ്പെടുന്നത്. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. സ്നേഹമാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ നാം ചെയ്യുവാൻ വേണ്ടി നിർബന്ധിക്കപ്പെടുമ്പോൾ അധികാരസ്ഥന്മാരെ ഭയപ്പെട്ട് ചെയ്യുന്നതായ പ്രവൃത്തികൾ പൂർണ്ണമാകണമെന്ന് നിർബന്ധമില്ല. എന്നാൽ നമ്മോട് പറയുന്ന വ്യക്തിയോടുള്ള സ്നേഹത്തിൻ്റെ ആദരവായി സ്നേഹത്തിൻ്റെ ആഴങ്ങളിൽ നിന്നുകൊണ്ട് ആ പ്രവൃത്തി ചെയ്യുവാൻ വേണ്ടി നാം ഉത്സാഹിക്കുമ്പോൾ അത് പൂർണ്ണതയുള്ളതായി തീരുവാനായിട്ട് കാരണമായി തീരുന്നു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വന്നത്, നാം ചെയ്യുന്നതായ ഏത് കാര്യങ്ങളും ഭയത്തിൽ നിന്ന് ചെയ്യുക എന്നതിനപ്പുറത്ത് സ്നേഹത്തോടുകൂടി ചെയ്യുവാനായിട്ട് ഉത്സാഹിക്കുമ്പോൾ അത് നാം ഉദ്ദേശിക്കുന്ന നിലയിൽ അത് ചെയ്തു തീർക്കുവാനും ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ലഭിക്കുന്നതിനും അത് കാരണമായി തീരും എന്നുള്ളതാണ്. നമ്മുടെ അരിമനാഥനും വീണ്ടെടുപ്പുകാരനുമായ കർത്താവ് വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ള മറ്റൊരു പ്രസ്താവന യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 34-ാം വാക്യത്തിനകത്തുണ്ട്. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് പുതിയ ഒരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു പുതിയ കൽപ്പന എനിക്ക് നിങ്ങൾക്ക് തരുവാനായിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നവരായി തീരണം എന്നുള്ളതാണ്. എങ്ങനെ? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ. നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ എന്നെല്ലാവരും അറിയും. ഒരു മനുഷ്യ ജീവിതത്തിനകത്തുണ്ടാകേണ്ടത് സ്നേഹിപ്പാനായിട്ട് വഞ്ചിക്കാത്ത, ചതിക്കാത്ത, മായമില്ലാത്ത ഒരു സ്നേഹം പങ്കുവയ്ക്കുവാനായിട്ട് നമുക്ക് കഴിയണം എന്നുള്ളതാണ്. അതിനുവേണ്ടി നമുക്ക് ഉത്സാഹിക്കുന്നവരും
ആ തലത്തിൽ സ്നേഹിക്കുന്നവരും സ്നേഹിക്കപ്പെടുന്നവരുമായി തീരുവാൻ നമുക്ക് ഉത്സാഹിക്കാം. ദൈവം അതിന് സഹായിക്കട്ടെ. സ്നേഹമുള്ള ദൈവമേ, ഞങ്ങൾക്ക് പരമാർത്ഥതയോടെ സ്നേഹിപ്പാനും വഞ്ചന കൂടാത്ത സ്നേഹങ്ങൾക്ക് വില കൊടുക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് സഭയെ സ്നേഹിച്ചതുപോലെ ഞങ്ങൾക്കും പരമാർത്ഥതയോടെ സ്നേഹിപ്പാനുള്ള കൃപ നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്മ കൊണ്ട് നിറയ്ക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.